blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇപ്പോൾ തന്നെ ഫോണെടുത്ത് ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളോട് ഈ പ്രോഗ്രാമിനെക്കുറിച്ച് പറയണം. ഇപ്പോൾ തന്നെ വാച്ച് ചെയ്യാൻ ആവശ്യപ്പെടുക. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്ണർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, കോതമംഗലത്തു നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പാർക്കിൻസൺസ് പൂർണ്ണമായും സൗഖ്യമാകട്ടെ. മാത്രമല്ല കർത്താവെ, ഇവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ, ഒരത്ഭുതം അങ്ങ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങൾക്കും ഇതുപോലെ ഒരു ബ്ലെസ്സിങ് ടുഡേയുടെ ഫൈനാൻഷ്യൽ പാർട്ട്ണറായോ പ്രൊമോട്ടറായോ മാറാം. കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണ്ടി സ്ക്രീൻ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് തിരക്കാവുന്നതാണ്. അത് നിങ്ങൾ ഒത്തിരി പേർക്ക് ഒരു അനുഗ്രഹമായി മാറുന്നതിൻ്റെ ഒരു മുഖാന്തരമായിരിക്കും. Hi, my name is Anita and I come from Angamali. I've been coming to the Blessing Today service for a year or so now, and I've constantly been blessed. Constantly, every week, every day, every minute has been a blessing ever since I started coming here. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി. One drop of the blood of Jesus can cleanse the sin of the whole world. യേശുവിന്റെ രക്തത്തിന്റെ ഒറ്റ തുള്ളിക്ക് ഈ ലോകത്തിന്റെ മുഴുവൻ പാപത്തെ കഴുകി ശുദ്ധീകരിക്കുവാൻ കഴിയുന്നതാണ്. കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. So the acid test to know a spirit is from God or not is this: it should confess that Jesus Christ has come in the flesh. That is the test. ഒരു ആത്മാവിനെ ദൈവത്തിന്റെ ആത്മാവാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ആസിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്, അതിന്റെ പരിശോധന ഇപ്രകാരമാണ്. ആ ആത്മാവ് യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവാണ് ദൈവത്തിൽ നിന്നുള്ള ആത്മാവ്. There are some other spirits in this world. ഈ ലോകത്തിൽ മറ്റു പല ആത്മാക്കളുമുണ്ട്. They deny the incarnation of the Son of God in this world. യേശു കർത്താവ് ജഡത്തിൽ ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചു എന്ന് അംഗീകരിക്കാത്ത ആത്മാക്കളുണ്ട്. That is a wrong spirit. That is not from God. അത് തെറ്റായിട്ടുള്ള ഒരു ആത്മാവാണ്, അത് ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ളതല്ല. There are different kinds of teachings going on. There are different kinds of doctrines going on. But if you know the truth, you can discern whether a doctrine or a teaching is from God or not. പലവിധത്തിലുള്ള പഠിപ്പിക്കലുകൾ, പലതരത്തിലുള്ള ദൈവശാസ്ത്രങ്ങൾ ഇവിടെ ഈ ലോകത്ത് നടക്കുന്നുണ്ട്, ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് നമുക്ക് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ യേശുക്രിസ്തു ജഡത്തിൽ വന്നതാണ് എന്ന് അംഗീകരിക്കുന്ന പഠിപ്പിക്കലുകൾ, ദൈവശാസ്ത്ര പഠനങ്ങൾ, അതാണ് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള പഠനങ്ങൾ. Verse number 3. And every spirit that does not confess that Jesus Christ has come in the flesh is not of God. And this is the spirit of the Antichrist, which you have heard was coming and is now already in the world. മൂന്നാമത്തെ വാക്യം, യേശുവിനെ ഏറ്റുപറയാത്ത ഏതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാകുന്നു. അത് വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. Hallelujah. Hallelujah. So there is something called the spirit of Antichrist. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ആത്മാവുണ്ട്. That is the third category. അത് മൂന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്നതാണ്. The spirits that are roaming around in this world. ഈ ലോകത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ ആത്മാക്കളുടെ ഗണത്തിൽപ്പെട്ടതാണ്. If you only know the word properly, you can know this spirit is from God, this is human spirit, this is God's spirit. നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് വ്യക്തമായി അറിയെങ്കിൽ മാത്രമാണ് ഇത് ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണ്, ഇത് മനുഷ്യന്റെ ആത്മാവാണ്, ഇത് ലോകത്തിന്റെ ആത്മാവാണ്, പൈശാചിക ആത്മാവാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. Now I'm going to take you to Luke chapter 11
ഞാൻ നിങ്ങളെ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. I love this portion. ഈ ദൈവത്തിന്റെ വേദഭാഗം ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുകയാണ്. Luke 11:11. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 11-ാമത്തെ This is a വാക്യം. fancy number. ഇത് ഫാൻസി നമ്പർ ആണ്. Luke 11:11. ലൂക്കോസ് 11:11. Which of you fathers, if your son asks for a fish, will give him a snake instead? പിതാക്കന്മാരായ നിങ്ങളിൽ ഒരുവനോട് മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? Verse number 12. If he asks for an egg, will give him a scorpion? അല്ല, അവൻ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഡാഡി ഓംലെറ്റ് വേണം, ബുൾസൈ വേണം, തിന്നടാ ഒരു തേള്. Will you give like that? അങ്ങനെ നിങ്ങൾ കൊടുക്കുമോ? Verse number 13. If you then, though you are evil, know how to give good gifts to your children, how much more will your Father in heaven give the Holy Spirit to those who ask him? അങ്ങനെ നിങ്ങൾ ദോഷികളാണെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. സ്വർഗത്തിലെ പിതാവ് ഏറ്റവും നല്ല ഗിഫ്റ്റായി എന്ത് തരും? പരിശുദ്ധാത്മാവിനെ തരും. ഈ കാലയളവിൽ സ്പെഷ്യൽ എഡിഷൻസ് ഉണ്ട്. ചിലർ വലിയ ദൈവദാസന്മാർ, അവർക്കൊക്കെ മാത്രം ഒരു പ്രാവ്, ഒരു തീയ്. നോ, പുതിയ നിയമത്തിൽ ഈ കാലത്ത് ഏതൊരു വ്യക്തിയും ഒരു ബാക്ക്ഗ്രൗണ്ടും നോക്കാതെ ഈ കാലത്ത് ദൈവം, സ്വർഗത്തിലെ പിതാവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ, ദ ബെസ്റ്റ് ഗിഫ്റ്റ്, ആർക്കും തരാൻ മനസ്സുള്ളവനാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. പലപ്പോഴും ദൈവത്തിൽ നിന്നും പലതും നമ്മൾ പ്രാപിക്കാതിരിക്കാൻ കാരണം സാത്താൻ പറഞ്ഞു പരത്തുന്ന ചില ബ്ലണ്ടേഴ്സ്, പച്ചക്കള്ളം, കല്ല് വെച്ച നുണ നമ്മൾ വിശ്വസിക്കും. അതിലൊന്നാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ചില വലിയ ദൈവദാസന്മാർക്ക്, സ്റ്റേജിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്ക്. എല്ലാവരും പറഞ്ഞ നോ, ഉറക്കെ പറ നോ, ഉറപ്പിച്ച് പറ നോ. The Bible says, in the last days I will pour out my spirit upon all flesh. ദൈവം പറയുന്നു, ദൈവത്തിന്റെ വചനത്തിൽ അന്ത്യകാലത്ത് ഞാൻ സകല ജനതകളുടെ മേലും സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരാൻ പോവുകയാണ്. But brother, what about the sin that I committed some time ago? ബ്രദറെ, ഒത്തിരി നാളുകൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ആ പാപം, അതിന്റെ കാര്യം എന്താണ്? The blood of Jesus cancelled it. യേശുവിന്റെ രക്തം അതിനെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. You are blood washed. നിങ്ങൾ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരാണ്. When you confess your sins, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, when you repent of your sins, നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെടുമ്പോൾ, that is covered, that is cancelled, that is washed away by the blood of Jesus. അത് യേശുവിന്റെ രക്തത്താൽ അത് റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്, അതിനെ കഴുകിക്കളഞ്ഞിരിക്കുകയാണ്, അതിനെ മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ്. But still some small demons will come and sit on your shoulder and talk to your ears. എന്നാൽ ചില കുട്ടിപ്പിശാച് വന്ന് നിങ്ങളുടെ തോളത്ത് കയറി നിങ്ങളുടെ ചെവി വന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയും. Brother Shaiju, God has not forgiven you. ദൈവം ഇത് നിങ്ങളോട് ഇതുവരെ ക്ഷമിച്ചിട്ടില്ല. The Bible says the 5 million sins that you have committed is all cancelled. ബൈബിൾ പറയുന്നു, നിങ്ങൾ ചെയ്തിട്ടുള്ള 5 ദശലക്ഷം പാപങ്ങളും ദൈവം ക്ഷമിച്ചിരിക്കുകയാണ്. Everything is gone. എല്ലാം പോയിരിക്കുകയാണ്. Never question the power of the blood of Jesus. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെ നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. Hallelujah. Hallelujah. One drop of the blood of Jesus can cleanse the sin of the whole world. യേശുവിന്റെ രക്തത്തിന്റെ ഒറ്റ തുള്ളിക്ക് ഈ ലോകത്തിന്റെ മുഴുവൻ പാപത്തെ കഴുകി ശുദ്ധീകരിക്കുവാൻ കഴിയുന്നതാണ്. But Jesus gave not just one drop of blood but his whole blood.
എന്നാൽ യേശു കർത്താവ് തന്റെ ഒരു തുള്ളി ചോര മാത്രമല്ല, തന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന അവസാന തുള്ളി ചോര വരെ നമുക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. That is more than enough to cancel all the sins of the world. ഈ ലോകത്തിന്റെ മുഴുവൻ പാപത്തെയും റദ്ദാക്കുന്നതിന് അത് ഏറ്റവും അധികം ശക്തിയുള്ളതാണ്. Hallelujah. Hallelujah. That's why John chapter 1 verse number 29. അതുകൊണ്ടാണ് യോഹന്നാൻ 1:29 പറയുന്നു. John the Baptist declared, യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, Behold the Lamb of God which takes away the sins of the world. അത് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. Hallelujah. Hallelujah. He can carry away all the sins of the world. ഈ ലോകത്തിന്റെ സകല പാപത്തെ ചുമന്ന് മാറ്റുവാൻ യേശുവിന് കഴിവുണ്ട്. Hallelujah. Hallelujah. Because he is the Lamb of God. അത് ദൈവത്തിന്റെ കുഞ്ഞാടാണ്. Hallelujah. Hallelujah. Now how many of you believe that Jesus is your personal savior? Can I see your hands? നിങ്ങൾ എത്ര പേർ യേശു കർത്താവ് നിന്റെ വ്യക്തിപരമായ രക്ഷകൻ എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കൈകൾ വീശി കാണിച്ചാൽ. Hallelujah. Hallelujah. Your sins are forgiven. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുകയാണ്. Free of cost. അത് സൗജന്യമായിട്ടാണ്. You don't need to pay anything. നിങ്ങൾ അതിനു വേണ്ടി പണം കൊടുക്കേണ്ട ആവശ്യമില്ല. Completely forgiven. അത് പൂർണ്ണമായി അത് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. Now when you read Ephesians chapter 4 verse number 30, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, the Bible says, do not grieve the Holy Spirit, because it is by him that you are sealed for the day of redemption. ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. ആ പരിശുദ്ധാത്മാവിനല്ലോ വീണ്ടെടുപ്പിന് വേണ്ടി നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. When the Holy Spirit comes on you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, right here on the forehead you will bear the seal of God. നിങ്ങളുടെ തിരുനെറ്റിയുടെ ഈ ഭാഗത്ത് ആ പരിശുദ്ധാത്മാവിന്റെ ഒരു മുദ്ര വരികയാണ്. Hallelujah. Hallelujah. When the Holy Spirit comes on you, I repeat, you will have an eternal seal from God the Father. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളുടെ മേൽ നിത്യമായ ഒരു മുദ്ര ആ സ്വർഗ്ഗത്തിലെ പിതാവിൽ നിന്ന് നിങ്ങളുടെ മേലിൽ വരികയാണ്. Say hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയും? In all the documents the government of India is issuing, there will be a seal from the government of India. ഈ ഇന്ത്യൻ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന എല്ലാ രേഖകളിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സീൽ അവർ വെച്ചിരിക്കും. There will be that emblem. അവിടെ അതിന്റെ മുദ്ര ഉണ്ടായിരിക്കും. In the same way, അതുപോലെ തന്നെ when you come to Jesus, നിങ്ങൾ യേശുവിലേക്ക് വരുമ്പോൾ, when the Holy Spirit comes on you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, you have a heavenly emblem, heavenly seal right here. നിങ്ങളുടെ മേൽ സ്വർഗീയമായ ഒരു മുദ്ര നിങ്ങളുടെ ഈ ഭാഗത്ത് വന്നിരിക്കുകയാണ്. And this seal is announcing to the whole universe that you are a property of the Almighty God. ആ നിങ്ങളുടെ മേലിൽ പതിഞ്ഞിരിക്കുന്ന ആ മുദ്ര മുഴു ലോകത്തോടും വിളിച്ചു പറയുകയാണ്, നിങ്ങൾ സർവശക്തനായ ദൈവത്തിന്റെ വകയാണ്. Did you listen to that? നിങ്ങൾ അത് ശ്രദ്ധിച്ചുവോ? No devil has a claim on you. ഒരു പിശാചിനും നിങ്ങളുടെ മേൽ യാതൊരുവിധ അവകാശവുമില്ല. Why? എന്തുകൊണ്ട്? Because of the seal. ആ നിങ്ങളുടെ മേലുള്ള മുദ്ര പതിഞ്ഞിരിക്കുന്നത് നിമിത്തം. Hallelujah. Hallelujah. You should have that boldness and courage to say that I belong to God. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ദൈവത്തിൻ്റെതാണ്, നിങ്ങൾ ദൈവത്തിന്റെ വകയാണെന്ന് പറയുവാനുള്ളൊരു ചങ്കൂറ്റം ഉണ്ടായിരിക്കണം. You should know the truth. നിങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞിരിക്കണം. Now what I'm trying to say is that everyone sitting here tonight, you are the right candidate, eligible candidate to receive the Holy Spirit. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ നിങ്ങൾ പറയട്ടെ, നിങ്ങളാണ് ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഏറ്റവും യോഗ്യതയുള്ളവർ. Hallelujah. 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 Because these are the days of the general pouring out of the Holy Spirit. കാരണം ഈ നാളുകളിലാണ് പരിശുദ്ധാത്മാവിനെ പൊതുവിൽ എല്ലാവരുടെ മേലും ദൈവം പകർന്നുകൊണ്ടിരിക്കുന്നത്. Hallelujah. Hallelujah. Dark skinned flesh, fair skinned flesh, yellow flesh, or any type of color, no problem. These are the days God is going to pour out His Spirit upon all flesh. ആ കറുത്ത നിറത്തിലുള്ള ആളുകളോ ആ മഞ്ഞ നിറത്തിലുള്ളവരോ വെളുത്ത നിറത്തിലുള്ള അങ്ങനെയൊന്നും നോക്കാതെ സകല ജനതകളുടെ മേലും ദൈവം തന്റെ ആത്മാവിനെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. Let me tell you, brothers and sisters, when the Holy Spirit came upon you many years back,
സഹോദരി സഹോദരൻ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നപ്പോൾ my life got transformed. എൻ്റെ ജീവിതം അത് പൂർണ്ണമായി മാറുവാനിടയായി തീർന്നു. Hallelujah. Hallelujah. There was a day-night difference. രാത്രി പകൽ പോലത്തെ ഒരു വ്യത്യാസം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. I believe that to happen in your life tonight. ഞാൻ വിശ്വസിക്കുന്ന അത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ രാത്രിയിൽ അത് സംഭവിക്കുകയാണ്. Tonight is the night where you are going to get your turn. ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങളുടെ അവസരം വരുന്ന ഒരു ദിവസമായി ദൈവം ഇതിനെ മാറ്റാൻ പോവുകയാണ്. Hallelujah. Hallelujah. When the Holy Spirit comes on you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ always you will have somebody to accompany you in your life. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. Many people in this world, they experience loneliness. ഈ ലോകത്തിൽ പല ആളുകളും ഏകാന്തത അനുഭവിക്കുന്നവരാണ്. People are around them. നിങ്ങൾ അവരുടെ ചുറ്റും ആളുകളുണ്ട്. There are family members around them. അവരുടെ ചുറ്റുപാടും അവരുടെ കുടുംബാംഗങ്ങളുണ്ട്. But still they feel a loneliness. എന്നാൽ അപ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരു ഏകാന്തത അനുഭവിക്കുന്നു. When the Holy Spirit comes, പരിശുദ്ധാത്മാവ് വരുമ്പോൾ all the loneliness will be taken away. That vacuum will be taken away from your life. നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ ഏകാന്തതകൾ, ആ ഒറ്റപ്പെടലുകളെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അതിനെ ദൈവം എടുത്തു മാറ്റുകയാണ്. All the drought that you are facing, all the dryness that you are facing in your life will be taken away. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വരൾച്ചയും എല്ലാ ഉണങ്ങിയ വരണ്ട അവസ്ഥകളെല്ലാം ദൈവം എടുത്ത് മാറ്റാൻ പോവുകയാണ്. Because the Bible says he is the living waters. കാരണം ബൈബിൾ പറയുന്നു അവൻ പരിശുദ്ധാത്മാവ് ജീവന്റെ നദിയാണ്. And he'll pour out his spirit, this water, in a sun-scorched land. വരൾച്ച ബാധിച്ച പ്രദേശത്ത് ദൈവം തന്റെ നദിയെ അയക്കും. Hallelujah. Hallelujah. Our Heavenly Father is the gardener. ആ സ്വർഗ്ഗത്തിലെ പിതാവ് തോട്ടക്കാരനാണ്. Each of us, we are trees planted by the Heavenly Father. നമ്മൾ ഓരോരുത്തരും സ്വർഗ്ഗത്തിലെ പിതാവിനാൽ നട്ട വൃക്ഷങ്ങളാണ്. And it is the gardener's duty to irrigate his garden. തൻ്റെ തോട്ടത്തിലുടനീളം വെള്ളം നനയ്ക്കുവാൻ കൊടുക്കുന്നത് സ്വർഗ്ഗത്തിലെ പിതാവിന്റെ ജോലിയാണ്. It is his responsibility. അത് തന്റെ ഉത്തരവാദിത്തമാണ്. And he is ever ready. അതിനുവേണ്ടി കർത്താവ് എപ്പോഴും തയ്യാറാണ്. Hallelujah. Hallelujah. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം. സഹോദരി അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാമിയൻ ബ്രദർ ടിവിയിലൂടെ ഇങ്ങനെ പറയുകയാണ്, ഓവറിൽ സിസ്റ്റ് ഉള്ള ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഈ സഹോദരി പറയുന്നത് താൻ ഒരു മാസത്തിന് ഒടുവിൽ ഡോക്ടറെ വീണ്ടും കാണാനായിട്ട് ചെന്നു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടറുടെ കയ്യിൽ പുതിയ റിപ്പോർട്ടിൽ ആ മുഴ കാണാനില്ല. കാണാവുന്നതാണ്. ഈ സഹോദരിയുടെ പേര് സൂസൻ തോമസ്. ഈ സഹോദരി മധ്യപ്രദേശിലാണ് ഇവർ ജോലിയും അവരുടെ താമസവും അവിടെയാണ്. ഈ സഹോദരിക്ക് 2013 ഇവർക്ക് വിവാഹശേഷം ചില വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് ഇവർ ഒരു ചെക്കപ്പിന് പോയപ്പോഴാണ് ഈ സഹോദരിയുടെ ഓവറിൽ ഒരു സിസ്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. ഏകദേശം ഒരു 13.2 മില്ലിമീറ്റർ അത്രയും വലിപ്പമുള്ള ഒരു സിസ്റ്റ് കണ്ടുപിടിച്ചു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നത് അത് എത്രയും വേഗം അത് ഓപ്പറേഷൻ ചെയ്യണം, അത് മാത്രമല്ല അതോടൊപ്പം തന്നെ അത് ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞ് അവരെ ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഇവർ മടങ്ങിപ്പോന്നു. ഈ സഹോദരി പറയുന്നത് ഡോക്ടർ 2013 ആ ഒരു ദിവസം ഈ റിപ്പോർട്ട് കണ്ട് ഈ ഓപ്പറേഷനും ബയോപ്സിയും പറഞ്ഞ് ഇവർ അന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിറ്റേ ദിവസം രാവിലെ ഈ സഹോദരി ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ, അത് എവിടെ വെച്ചാണ്? മധ്യപ്രദേശിൽ വെച്ചിട്ട് കണ്ടുകൊണ്ടിരുന്ന വർഷം എത്ര നാളും 2013 ഈ സഹോദരി അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാമിയൻ ബ്രദർ ടിവിയിലൂടെ ഇങ്ങനെ പറയുകയാണ്, ഓവറിൽ സിസ്റ്റ് ഉള്ള ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഈ സഹോദരി പറയുന്ന ആ സമയത്ത് ഈ സഹോദരിയുടെ ശരീരം മുഴുവൻ വിയർത്തു. തൻ്റെ ജീവിതത്തിൽ ഒരു അസാധാരണമായ അനുഭവം ആ സമയത്ത് തനിക്കുണ്ടായി. ഈ സഹോദരി പറയുന്നത് താൻ ഒരു മാസത്തിന് ഒടുവിൽ ഡോക്ടറെ വീണ്ടും കാണാനായിട്ട് ചെന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ചെന്നു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടറുടെ കയ്യിൽ ഈ സിസ്റ്റുള്ള റിപ്പോർട്ടുമുണ്ട്. പുതിയ റിപ്പോർട്ടിൽ ആ മുഴ കാണാനില്ല. സത്യമാണോ? കള്ളക്കഥയാണോ? അല്ല. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, ഈ സിസ്റ്റ് അങ്ങ് മാറുവാണെങ്കിൽ
ഹോസ്പിറ്റലിൽ എത്ര രൂപ ചിലവാകുന്നോ അത് ഞാൻ ബ്ലെസ്സിംഗ് ടുഡേയിലെ പേർക്ക് പ്രോഗ്രാമിന് വേണ്ടി ഞാൻ സ്പോൺസർ ചെയ്യുമെന്ന് പറഞ്ഞു എന്ന് ദൈവത്തോട് നേരത്തെ പറഞ്ഞു പ്രാർത്ഥിച്ച സമയം. അതിനു മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, ഈ പ്രോഗ്രാം കാണുന്ന സമയത്ത് സിസ്റ്റർ ഉള്ളവർ സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ വേർത്തു എന്നാണ് ആ ബ്രദർ പറഞ്ഞത്. ഞാൻ കണ്ടിന്യൂ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഫാമിലി ആയിട്ടിരുന്ന് കാണുന്നതാണ്. അപ്പം ഇത് ഞാൻ ഇങ്ങനെ കട്ടിലേറ്റിരുന്നിട്ട് ഈ റിപ്പോർട്ട് എൻ്റെ മടിയിൽ വെച്ചിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്ന കയ്യിലിരിപ്പുണ്ട്. അത് വെച്ചിട്ട് അത് മടിയിലിരിപ്പുണ്ട് റിപ്പോർട്ട്. അതെ. അപ്പം ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഓവറിയ സിസ്റ്റ് ഉള്ളവരുടെ സിസ്റ്റുകൾ മാറിപ്പോകുന്നു, നിങ്ങൾ വിടുതൽ ഏറ്റെടുത്താലോ എന്നാണ്. അപ്പം ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ ശരീരത്തിൽ വിയർപ്പ് തണുത്തിട്ടൊരു വിയർപ്പ് അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല, ഒന്നും നോക്കിയില്ല. 1 മാസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെന്നു. അപ്പം ഡോക്ടർ ചോദിച്ചു, സിസ്റ്ററെ കഴിഞ്ഞ മാസം ചെയ്തപ്പോൾ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതില്ലല്ലോ എന്ന് പറഞ്ഞു. ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇന്നവണക്ക് ഒരു സംഭവം ഉണ്ടായി, ഞാൻ പ്രാർത്ഥിച്ചു, ഇതുപോലെ ഒരു ബ്ലെസ്സിംഗ്, ഞങ്ങൾക്കൊരു പ്രോഗ്രാം നടക്കുന്ന ബ്ലെസ്സിംഗ് ടുഡേ, അങ്ങനെ ഞങ്ങൾ കണ്ടു, അങ്ങനെ മാറിയതാന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ഞാൻ അനേകരോട് പറഞ്ഞു, ഇവിടെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുക. ഇസ്രായേലിൽ 2016 താൻ ഇസ്രായേലിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി പോകാനുള്ള മെഡിക്കലിനുള്ള കാര്യങ്ങൾ താൻ ക്രമീകരിക്കുകയായിരുന്നു. അപ്പം സാധാരണ ഇസ്രായേലിലേക്ക് പോകുന്ന മെഡിക്കൽ ആ ചെക്കപ്പ് ഭയങ്കര ടഫാണ്, അത് എളുപ്പത്തിൽ കിട്ടില്ല. അത് വളരെയധികം കടമ്പകൾ കഴിഞ്ഞാലേ ഇത് കിട്ടുവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ സഹോദരി അതിൻ്റെ ചെക്കപ്പിന് പോകുന്ന സമയത്ത് തൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒന്ന് വിളിച്ച് പ്രാർത്ഥിപ്പിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഈ സഹോദരി അങ്ങനെ തന്നെ ബ്ലെസ്സിംഗ് ടുഡേയിലെ നമ്മുടെ പ്രെയർ കോൾ സെൻ്ററിലേക്ക് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ സഹോദരി പറയുന്നത് ആ ഇൻ്റർവ്യൂ തനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. തൻ്റെ ടെസ്റ്റുകളെല്ലാം നോർമലായി, തനിക്ക് വളരെ വേഗത്തിൽ അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സുകളെല്ലാം നടന്നു. താൻ ഇന്ന് ഇസ്രായേലിൽ ജോലി ചെയ്യുകയാണ്. താൻ ഈ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് നേരെ റാന്നിയിലാണ് തൻ്റെ വീട്, താൻ അവിടെ വന്നു. ഇന്ന് ഇവിടെ വന്ന് താൻ സാക്ഷ്യം പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് താൻ ഇന്ന് ഇവിടെ സ്റ്റേജിൽ നിൽക്കുന്നത്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ സിസ്റ്റുകളോ ട്യൂമറുകളോ ഉള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഈ സഹോദരിയെ സൗഖ്യമാക്കി യേശുവിനെ നിങ്ങളെയും സൗഖ്യമാക്കാൻ കഴിയും. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവേ, ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ ശരീരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള സിസ്റ്റുകളോ ട്യൂമറുകളോ മുഴകളോ ലംസോ ഫൈബ്രോയിഡ്സോ ഉണ്ടെങ്കിൽ കർത്താവേ, ഇവിടെയുള്ള എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായൊരു സൗഖ്യം അവർക്ക് കൂടെ അങ്ങ് കൊടുക്കണമേ. ഒരാൾ സൗഖ്യമായ സാക്ഷ്യമാണ് ഞങ്ങൾ കേട്ടതെങ്കിൽ ആയിരങ്ങൾ ഒരുമിച്ച് സൗഖ്യമാകട്ടെ. എല്ലാവരും ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ചേർന്ന് പറയാം. യേശുവിൻ്റെ നാമത്തിൽ ആയിരങ്ങൾ, ഉറക്കെ പറയാം, ആയിരങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇപ്പോൾ കേട്ട ദൈവിക സന്ദേശത്തിൻ പ്രകാരം, അത്ഭുത സാക്ഷ്യം പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വരൂ, നമുക്ക് വിശ്വാസത്തോടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, അങ്ങ് കൈനീട്ടി ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ദൈവമേ, ഈ സമയത്ത് കണ്ണിൽ പെട്ടെന്നിങ്ങനെ ഇരുട്ട് കയറുന്നത് പോലെ വന്ന് താഴെ വീഴുന്ന, അതൊക്കെ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം താഴെ വീഴുന്നൊരു വ്യക്തി പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ചിലരെ കർത്താവ് ഉറക്ക ഗുളിക കഴിച്ചാണ് പലപ്പോഴും ഉറങ്ങുന്നത്, പക്ഷെ കഴിച്ചാൽ പോലും പലപ്പോഴും ഉറക്കം വരുന്നില്ല. അങ്ങനെയുള്ള പലരെയും കർത്താവ് വിടുവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. അസ്ഥികൾക്കകത്തുള്ള മജ്ജയിൽ പ്രയാസമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കിഡ്നികൾ സൗഖ്യമാകട്ടെ. കിഡ്നി സ്റ്റോണുകൾ പുറത്തു പോട്ടെ. മാരകമായ രോഗങ്ങൾ മാറട്ടെ. HIV പോസിറ്റീവായത് മാറിപ്പോട്ടെ. അത് നെഗറ്റീവായി മാറട്ടെ. ഇൻ ജീസസ് നെയിം. ഈ സമയത്ത് നിങ്ങൾ 2 കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. കർത്താവെ, ഞങ്ങളെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മഹാത്ഭുതങ്ങൾ നടക്കട്ടെ. പൈശാചിക പ്രവൃത്തികളാലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. മദ്യപാനികൾ അതിൽ നിന്ന് പുറത്തു വരട്ടെ. പുകവലിക്കുന്നതിൽ നിന്ന് പുറത്തു വരട്ടെ. ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവർ അതിൽ നിന്ന് പുറത്തു വരട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ. ഏത് പ്രയാസത്തിലും വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ എന്നുള്ള പുസ്തകങ്ങളും CD-കളൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കാം. അപ്പോൾ തന്നെ ഓർക്കുക, എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ബ്ലെസ്സിംഗ് സെൻറ്ററുകളിൽ
9:30 to 12:30 പ്രത്യേകമായ മീറ്റിംഗ് നടക്കുന്നു. തീർച്ചയായും അതിലേക്ക് വരണം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.